ദിസ് ഈസ് മൈ ഡേ 10. അങ്ങനെ ഇന്നും ഞാൻ രാവിലെ എണീറ്റ് 30 മിനിറ്റ് ഞാൻ ചുമ്മാ ഇരുന്നു. ഒരു കാര്യം ചെയ്യാതെ അടങ്ങി ഒതുങ്ങിയിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മുതൽ ഇനി 2 ദിവസത്തേക്ക് ഞാൻ Hi guys, welcome to another vlog of Nias. 2 ദിവസത്തേക്ക് ഇതാ ഇവിടെ ആയിരിക്കും. കിഡ്സ് ലീഗ് കരാട്ടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് 2026. ഇവിടെ ഓഫീസിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് സൂരജ്. 2 സൂരജ് ഒരു ഫ്രെയിമാണ്. അങ്ങനെ കുറച്ച് ടാസ്കുകൾ ഉണ്ടായിരുന്നതെല്ലാം സൂരജിനെ ഹെൽപ്പ് ചെയ്തു. സൂരജാണ് ഇവിടുത്തെ ടെക്നിക്കൽ ടീം. അപ്പോൾ സൂരജിന് അസിസ്റ്റൻ്റായി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാച്ചിൻ്റെ ഫിക്സ്ചേഴ്സ്, അതേപോലെ തന്നെ എപ്പോഴാണ് മത്സരങ്ങൾ നടക്കേണ്ടത്, ആരൊക്കെ തമ്മിലാണ് നടക്കേണ്ടത്, ഇതൊക്കെയായിരുന്നു നമ്മളിന്ന് അവിടെ ചെയ്തത്. ഞാൻ ഇന്നത്തെ 99% ഇൻസിഡൻസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ ബീൻ്റെ മൊമെൻ്റ് ആയിരുന്നു. മാക്സിമം ഫോൺ യൂസ് ചെയ്യാതെ കുറച്ച് കളിച്ച് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് സുജിത്ത്. വേറൊന്നും പറയില്ലേ, കാണാൻ പോണ പോലെ എന്തിനാണ് പറയുന്നത്, കണ്ടാ പോലെ. ഇന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഇന്ന് ഞാൻ കുറേ നേരം സെൻസായിമാരോട് സംസാരിച്ചു. അതേപോലെ തന്നെ എന്നെ കാണാൻ വേണ്ടി 2 പോലീസ് സുഹൃത്തുക്കളും നിർത്തി. വിഷയ് ബ്രോ ഉണ്ടാരൻ ബ്രോ. അങ്ങനെ നമ്മൾ നേരെ കഫേ സ്ട്രിപ്റ്റീസ് ലൈഫിലേക്ക് എത്തി. കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ കഫേ സ്ട്രിപ്റ്റീസ് ലൈഫിൽ സ്പെൻഡ് ചെയ്തു. എനിക്കറിയാം ഈ 40 ഡേയ്സ് ഒന്നും പെർഫെക്റ്റ് അല്ല. ഞാൻ ഈ പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം തുടങ്ങുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. നമ്മളെ ലൈഫ് ഒരു പുസ്തകം പോലെയാണ്. പുസ്തകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ പേപ്പറുകളും അടുക്കി വെക്കുമ്പോൾ പുസ്തകം ഉണ്ടാകും. അതേപോലെ നമ്മൾ പല പേജസുമാണ് നമ്മളെ റിലേഷൻഷിപ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെയാണ് നമ്മളെ ഇതാണ് മനു, നമ്മളെ സബ് ഇൻസ്പെക്ടർ മനുവിൻ്റെ ചേട്ടനാണ് വിഷയം. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി തൊട്ടടുത്ത് വരവിൽ തന്നെ ഉണ്ട്. എല്ലാം വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആർക്കും സമയമില്ലാത്തത് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ രാത്രി എത്തിയത് 10 മണിക്ക് ശേഷമാണ്. 12 മണിയുണ്ട്. ഇത്രയും സമയം വരെ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിന് പക്ഷേ ഞാൻ റൂൾസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അല്ല 2 റൂൾസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. വാക്കിങ് 35 മിനിറ്റ്സാണ് നടന്നിട്ടുള്ളത്. ഇപ്പം സമയം ഏകദേശം 1 മണിയും 10 മിനിറ്റും ആയിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് പെർഫെക്റ്റ് ഒന്നുമല്ലെന്ന് എനിക്കറിയാം. ഞാൻ കുറേ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതെല്ലാം ബെറ്ററാക്കി പിന്നെയും ഇനിയും വ്ളോഗ് ഇടും. പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ബിസി ആയിരിക്കും. നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണം. കുറേ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ അത് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തരാം. ഈ വ്ളോഗിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 1% എങ്കിലും നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും പല ക്വാളിറ്റീസും ബെറ്റർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയും ലേറ്റായി. 1:10 കഴിഞ്ഞു. എനിക്ക് രാവിലെ 6 മണിക്ക് എണീറ്റാൽ എനിക്ക് 8 മണിക്ക് ആറ്റിങ്ങിലെത്താൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്ന് ചെയ്യും. ഇന്നും നാളെ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. എനിക്കറിയാം പല കാര്യങ്ങളും ഞാൻ ബ്രേക്ക് ആക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി വരും ദിവസങ്ങളിൽ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. എനിക്കറിയാം കുറേ കൂട്ടുകാർക്ക് പല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അതേപോലെ തന്നെ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അവർക്കൊക്കെ എൻ്റെ നല്ല ഗാഡ്ജറ്റ്സും ഉണ്ട്, എൻ്റെ നല്ല മൈക്കും ഉണ്ട്, എൻ്റെ നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഗൈസ്.